താൻ സാക്ഷി ഒപ്പിടാൻ പോയില്ലേ? ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച പെണ്ണിന്റെ ചെക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? പെണ്ണ് നല്ല കുട്ടിയായിരുന്നു. ചെക്ക ഒരു കാര്യമില്ല, ഏകദേശം നിന്റെ പോലെ. അങ്ങനെ പറഞ്ഞല്ല, നല്ല പെണ്ണിനെ കിട്ടുന്ന അർത്ഥം. ജിഞ്ച നമ്മളെ ഈ രജിസ്റ്റർ മാരേജിന് ഒപ്പിടുമ്പോഴേ കള്ളൊപ്പിട്ട് കഴിഞ്ഞ പ്രശ്നം ഞാൻ ഇന്നലെ ഒപ്പിടാൻ നേരത്തെ എന്റെ ഒപ്പ് മറന്നറാ. എന്നിട്ട് ഞാൻ ഷൂ നട്ടത്. ഞാൻ ആ കേസിൽ എങ്ങനെ അവരെ ഡിവോഴ്സ് ആക്കൂ? എന്താണ് മിസ്റ്റർ സഞ്ജു, കല്യാണൊക്കെ കഴിഞ്ഞെന്ന് കേട്ടു. ഹണിമൂൺ പ്ലാനൊക്കെ എന്തായി? ബൈജാട്ടല്ലേ അസല് മഞ്ഞ പത്രാട്ടാ. നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാത്രല്ല, വെളിനാട്ടിൽ ഇവർ അറിഞ്ഞില്ലേ? ആള് എന്ത് വിടലാടാ വിട്ടത്. ഇവനും കൂടി ചേർത്തിട്ട് ഇപ്പൊ 48ാമത്തെ ആളാ എന്റെ അടുത്ത് ചോദിക്കണേ. വേറൊന്നും കേൾക്കാൻ ഞാൻ നിന്നില്ലേ. എത്രയാന്ന് വെച്ചിട്ടാ സ്നേഹിച്ച പെണ്ണിനെ വേറെ വല്ലവരും കിട്ടിയ കഥയും കേട്ടിരിക്കണത്. എന്റെ പൊന്നു ബ്രോ, ഞാൻ അവളെ കെട്ടിട്ടൊന്നുമില്ല. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങളൊരു കോമൺ ഫ്രണ്ടിന്റെ രജിസ്റ്റർ മാരേജിന് സാക്ഷി ഒപ്പിടാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി മാല വാങ്ങി പോയതാണ്. സഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞേ ഈ നാട് മൊത്തം വിശ്വസിച്ചപ്പോഴേ ഈ ജിഞ്ചം വിശ്വസിച്ചില്ല. അവള് സിന്ദൂരം തൊട്ടുണ്ടായിരുന്നില്ലടാ. എങ്ങനെയാ പൊന്നുമണി നീ കണ്ണാനെങ്ങനെ നോണ പറയണത്? ഈ തെണ്ടിയുടെ ആദ്യം വിശ്വസിച്ചത്, എന്നിട്ട് എനിക്ക് അനുഗ്രഹം തന്നു വിട്ടു. എന്നിട്ട് വീട്ടുകാരും ബേജാറാക്കി. നീ ഒന്ന് ആലോചിക്കടാ, ആ പെണ്ണിന് ഇയാൾ മാച്ചാണോ? അവൾക്ക് നെറ്റി മുമ്പയിക്കണെങ്കിലേ കൂണി വെച്ച് കയറണം. അവൾക്ക് നീയാടാ ബെസ്റ്റ്. ഞാനാണെങ്കിൽ അവൾ ഇന്ന് ഇങ്ങോട്ട് മൈൻഡ് വെക്കാൻ വന്നപ്പോ ഞാൻ ഇനി നിന്നെ തിരിഞ്ഞു നോക്കില്ല എന്നോട് തുപ്പി വിട്ടതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവള് ഇങ്ങോട്ട് വന്നപ്പോ നീ അവളെ മൈൻഡ് ചെയ്യാണ്ട് വിട്ടാ? പൊന്നു മോനെ, ഇതിന് പകരം അവള് നിന്നെ 100 വാട്ടി നടത്തും. കൊഴപ്പില്ല, കൊറേ കാലം നടക്കുമ്പോഴേ വളഞ്ഞോളും. ആർക്കാ? എനിക്കാ? ആർക്കെങ്കിലും ഭേദല്ലേ മണ്ട്. നിന്റെ വീട്ടിലേക്ക് എങ്ങനെ ആരെങ്കിലും വിളിച്ചു ചോദിച്ചാ നമ്മുടെ കല്യാണം കഴിഞ്ഞാന്ന് ചോദിച്ചിട്ട്? എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ കോളായിരുന്നു. ഈ യൂട്യൂബ് ബ്ലോഗേഴ്സിന് ഒരു കണ്ടന്റ് കിട്ടില്ലേ, അതേപോലെയാടാ നാട്ടുകാർക്ക് ഒരു കഥ കിട്ടിയപ്പോ. താൻ ആരാടോ? താൻ അത്ര വലിയ ഫേമസ് ഒന്നല്ല. എന്റെ അമ്മയുടെ കുടുംബശ്രീ ഗ്രൂപ്പിലൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോഴാണ് അമ്മ കുടുംബശ്രീ ഗ്രൂപ്പിൽ ഇട്ടത്. അപ്പൊ 4 ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും. അവൾ വരുവാളാ ഏ ഓട്ടഞ്ച് പോണ നെഞ്ചു മുട്ട വെക്ക അവൾ വരുവാളാ വരാണ്ടിരിക്കനി. ഏയ് വരണ്ട സമയായി. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലത്ത് പിന്നാലെ അടന്ന് ഇഷ്ടമൊക്കെ നാണല്ലേ അമ്മ? അതിന് സോഷ്യൽ മീഡിയയിൽ അവൾ കൂടി വേണ്ട പൊത്തയ്യേ. നീ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പൂക്കികളൊക്കെ റിയലാന്നാ നിന്റെ വിചാരം? റിയാലിറ്റി മനസ്സിലാക്കണമെങ്കിലേ ഇതേമാതിരി മെനക്കെട്ട് നേരിട്ട് വരണം. കേട്ടേ കൊച്ചെറുക്ക് ഇവിടെ. അയ്യോ മോനെ, എനിക്ക് RX-ന്റെ ഹെഡ് കിട്ടിയടാ. ഒരു വണ്ടി കണ്ടില്ലാതെ തനിക്ക് എന്തിനാടാ RX-ന്റെ ഹെഡ്? സാഹചര്യം കിട്ടുമ്പോഴാണ് ഞാൻ മുതലാക്കാൻ പറ്റുള്ളൂ. അവള് തന്നെ പൈസ കൂടുതൽ നിനക്ക് ഞാൻ തരാന്ന്. പോരാത്തന്നെ അവളുടെ കൈക്ക് സാധനവും ഞാൻ എത്തിച്ചു കൊടുക്കണില്ലേ. അപ്പൊ നിന്റെ കസ്റ്റമർ ഹാപ്പി, ഞാനും ഹാപ്പി. എന്നെ അമ്മാവന്ന കൊച്ചെന്നാ എന്ത് വേണമെങ്കിലും വിളിച്ചു. പൈസ ഡബിൾ വേണ്ടി വരും. തരാം. സെറ്റ്. ഈ മണ്ട എത്ര പെട്ടെന്ന് സമ്മതിച്ചാ? വെറുതെ ഡബിൾ ചോദിച്ചു. ഡബിൾ ചോദിച്ചാലും കിട്ടിയാനെ. നൈസായിട്ട് ചോദിച്ചു നോക്കാല്ലേ. ഈ സാധനം കിട്ടാൻ കുറച്ച് പാടാ. ത്രിബിള് തരേണ്ടി വരും. ഇപ്പൊ ചേട്ടനെ കൂടെ ആവശ്യമല്ലേ ഇത്? മുതലെടുക്കാണല്ലേ സജി. സാഹചര്യം വരുമ്പോഴല്ലേ ചേട്ടാ മുതലാക്കാൻ പറ്റുള്ളൂ. ഓ ആയിക്കോട്ടെ. ഇപ്പൊ നീ ചെല്ല്.